ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം, ശരിക്കും പേടിപ്പെടുത്തുന്ന വിജനമായ ഒരു കാട്ടിനകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ അലയ്ക്കുന്നത് ചീവീടാട്ടോ, ഭയങ്കര ചീവീടിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുന്നത്. ഈ ഒരു കൊടും കാടിനകത്താണ് സേതു ലക്ഷ്മി ഭായിയുടെ വേനൽ വസതി ഉള്ളത്. അപ്പം നമുക്ക് സേതു ലക്ഷ്മി ഭായിയുടെ വേനൽ വസതി കാടിനകത്ത് എങ്ങനെയുണ്ടെന്ന് കാണാം. അതിന് മുന്നിൽ കാടൊന്ന് കാണാം. ഇവിടെ ചീവീട് അലയ്ക്കുന്ന സൗണ്ടാണ് ഇവിടെ മൊത്തം കേൾക്കുന്നത്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ടല്ലേ. കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കോടമഞ്ഞ് മൂടിയ കാട്ടുപാതയിലൂടെയുള്ളൊരു യാത്രയാണിത്. കൂറ്റൻ മരങ്ങളുടെ നടുവിൽ കൂടിയുള്ളൊരു യാത്ര. ഒരുപാട് ദുരൂഹതകളുള്ള വഴിയും കൊട്ടാരവുമാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന കൊട്ടാരം. 200-ലധികം പഴക്കമുള്ളതാണ് ഈ അമ്മച്ചി കൊട്ടാരം. കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരം. കണ്ടാൽ നമുക്ക് കൊട്ടാരമായി തോന്നില്ല, കാരണം പൂർണ്ണമായും ജീർണിച്ച് വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. 19-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. കാട്ടുപാതയിലൂടെയുള്ള ഈ യാത്ര ശരിക്കും നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പേര് വന്നോന്നറിഞ്ഞാലോ? തിരുവിതാംകൂറിൽ തായ് വഴി ഭരണകാലത്ത് റാണി പദവി നൽകിയിരുന്നത് രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും നൽകിയിരുന്നു. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. ഞാനും എൻ്റെ ഫാമിലിയുമായിട്ടാണ് ഈ കൊട്ടാരം കാണാൻ വേണ്ടി പോയത്. കാടിന് നടുവിൽ കൂടി ഒരു വഴി കാണാം. അത് കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്നതാണ്. ആ കല്ലുകൾ കൊണ്ടുള്ള പടവ് കയറിയാണ് നമ്മൾ ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലവും കൂടിയാണ് ഇത്. ലൂസിഫർ, കാർബൺ, അതുപോലെ തന്നെ ഒരുപാട് തമിഴ് സിനിമകളും ഒക്കെ പിടിച്ച ഒരു ഇടമാണ് കേട്ടോ ഇത്. ഒരുപാട് പ്രേത സിനിമകളാണ് ഈ ഒരു വീട് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഇതിന് പ്രേതാലയമെന്നും പേരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, ഇവിടേക്ക് വന്നു കയറുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് പോലും നമുക്ക് തോന്നാറുണ്ട്. ഒരു പേടിപ്പെടുത്തുന്ന ഒരു മൂകമായ ഒരു അന്തരീക്ഷം. ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് കയറി ഇറങ്ങി പോകുന്നുമുണ്ട്. ഒരുപാട് പേര് ഭയത്തോടു കൂടിയാണ് ചില സമയത്ത് ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുന്നത് തന്നെ. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറാം എന്ന് തീരുമാനിച്ചു. എൻ്റെ കൂടെയുള്ള ഒരാൾ നേരത്തെ തന്നെ ഈ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട്. അതിനാൽ ഇതിനകത്ത് ഒരാൾ താമസിക്കുന്നുണ്ടെന്നും അവിടെ മുട്ടി വിളിച്ചാൽ ആ ആൾ ഇറങ്ങി വരും, ആ ഡോറിലൊന്ന് തട്ടിയാൽ ആ ആൾ ഇറങ്ങി വരുമെന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവിടെ പോയി ഡോറിലൊന്ന് തട്ടി വിളിച്ചു. വരുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി ആരും വന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ആ ഡോർ അവിടെ തുറക്കുന്നതായിട്ട് കണ്ടത്. അതുകൊണ്ട് ഓടി തന്നെ ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറുകയാണ്. ഇതിന് മുന്നേ വന്ന പല ആൾക്കാർക്കും ഇതിൽ ആളുണ്ടെന്നോ ഇങ്ങനെ തട്ടി വിളിച്ചാൽ തുറന്നു തരുമെന്നോ ഒന്നും അറിയത്തില്ലായതിനാൽ കുറേ ആളുകൾ വന്നിട്ട് തിരിച്ചു പോയി. ചില ആളുകൾക്ക് അറിയാവുന്നവർ മാത്രമേ വന്ന് തട്ടി വിളിക്കാറുള്ളൂ. അപ്പം ഞങ്ങളും എന്തായാലും ആ ഡോറ് തുറന്നത് കൊണ്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുകയാട്ടോ. ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് കാലങ്ങളായിട്ട് ഈ കൊട്ടാരം സൂക്ഷിപ്പുകാരനായ ധർമ്മലിംഗമാണ് കേട്ടോ. ധർമ്മലിംഗം കുടുംബമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് കാണാം. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതിനാൽ ഇതിനകത്ത് കോഴിയും അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു
കൗതുകവും തോന്നി. കൊട്ടാരത്തിനകത്ത് കോഴിയോ എന്നൊക്കെ വിചാരിച്ചോ. ശരിക്കും പറഞ്ഞാൽ ക്ഷയിച്ച് നിൽക്കുന്ന ഒരു കൊട്ടാരം. എന്താ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വെട്ടം പോലുമില്ല, ഇരുട്ട് തന്നെയാണ്. ചെറിയൊരു നമ്മുടെ ഫോണിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ ഈ വെട്ടം അടിച്ചാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മൾ ധർമ്മലിംഗത്തെ കണ്ടുപിടിച്ചു. പ്രായമുള്ള ഒരാളാണ് കേട്ടോ. അദ്ദേഹം പറയുന്നു, 4 മാസം താമസം പറഞ്ഞവിടെ 8 മാസം തിരുവനന്തപുരം. അവരുടെ വേനൽക്കാലം തിരുവാങ്കൂർ അമ്മമാരാണ് സേതുലക്ഷ്മി ബായി നമ്പറാട്ടിലെ വേനൽക്കാലം. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം താമസം പറഞ്ഞവിടെ. അവിടെ ചൂടാകില്ല. അപ്പം ഇവിടെ ഇവിടെ വന്നാൽ തണുപ്പാണ്. എന്നാൽ ചെരുപ്പടിച്ച് കാല് വെച്ച് നോക്ക്, തണുപ്പ് നോക്ക്. ചെരുപ്പ് ഊരിട്ട് കാല് താഴെ വെച്ച് നോക്കാൻ തണുപ്പുണ്ട്. ഇറ്റാലിയൻ ടൈൽസ്. എത്ര വർഷം പഴക്കമുണ്ട്? 230 വർഷം പഴക്കമുണ്ട്. അതേ വിസിറ്റിംഗ് കാല് ഇത് അസംബ്ലി. ഇവിടെയാണ് അസംബ്ലി നടക്കുന്നത്. അത് വിസിറ്റിംഗ്. ഒരുപാട് കാര്യം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് രാജകീയമായ ഒരുപാട് ചരിത്ര തീരുമാനങ്ങൾ എടുത്ത ഒരു സ്ഥലമായിരുന്നു ഇതെന്നാണ് പറഞ്ഞത്. പണിക്കാരനാണ്. 60 കൊല്ലം. ഇദ്ദേഹത്തിൻ്റെ അപ്പന്മാരുടെ സമയത്ത് അവിടുത്തെ ഈ കൊട്ടാരത്തിലെ പണിക്കാരായിരുന്നു. അപ്പോൾ അവരുടെ മക്കളാണ് ഇപ്പം ഈ കാര്യസ്ഥനായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ പക്ഷെ എന്ത് പറ്റി ഇങ്ങനെ കിടക്കുന്നത്? ഒരു കമ്പനി മേടിച്ചതാണ്. കമ്പനി മേടിച്ച 25 കൊല്ലമാണ്. അവരിപ്പോൾ 5 കൊല്ലം മാറ്റി 6 വർഷമില്ല, ഒന്നുമില്ല. ഇത് വെറുതെ വാങ്ങിച്ചിട്ടു ഒന്നും ചെയ്തിട്ടുമില്ല. ഒരു ഗസ്റ്റ് ഹൗസ് പണി മേടിച്ചതാ, ഒന്നും ചെയ്തില്ല. ഇതുപോലെ തന്നെ കിടക്കുന്നു. ഒരു കമ്പനി വാങ്ങിച്ചാണ്. 4 കെട്ടി നടുമുറ്റം. ധൈര്യം വന്നത് നടുമുറ്റം അല്ലേ? ചെടിയൊക്കെ പിടിച്ചു. ഇതൊരു നടുമുറ്റ കേട്ടോ. ശരിക്കും ഒരു ചെടിയും ഇല്ലാതെ ഉണങ്ങി. ചെടികളുണ്ടായിരുന്നു. ഒരുപാട് പൂവ് ചെടികളെ അളകാറുണ്ട്. മഴയില്ലാതെ പോയി. കമ്പനിക്കാരൊന്നും എല്ലാം കട്ട് പണിയിട്ട് നെയ്യിലിருந்து എൻ്റെ മൊഴിക്ക് മാത്രമേ അമ്മ തോളി മാറണം. അതെല്ലാം സിനിമ ഷൂട്ടിങ്. അതോ ആയിരക്കണക്കാണ് പടമുണ്ട്. കാർബൺ ഇപ്പൊ ഒന്ന് കാർബൺ 1000 മെർക്കുറി ലൂസിഫറ് ഭാവന എക്സിറ്റ്. ഇപ്പൊ നല്ല നിലാവുള്ള രാത്രി അവരെല്ലാം സിനിമക്കാരുടെ ഒരു പ്രധാന ഏരിയ തന്നെയാട്ടോ ഇത്. ഇവിടുത്തെ തടി നോക്കിയാൽ മുകളിൽ മുഴുവനും തടി വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ആട്ടോ. അപ്പം അതുകൊണ്ട് നല്ല തണുപ്പാണ് ഇതിനകത്ത്. താഴത്തെ ഇറ്റാലിയൻ ടൈലും തടിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് തന്നെ. ഇതെന്താണ്? ഓ, അത് മൊത്തം വേസ്റ്റ് ആക്കിട്ട്. ഇതെന്താ സംഭവം? പണ്ടത്തെ അവിടെ ഉണ്ട്, വെള്ളിയൊക്കെ ഉണ്ട്. അമ്മമാരാണ് തോഴിമാരെ ടൈം പാസ്സാണ്. ഇത് അമ്മ മഹാറാണിയും തോഴിമാരും ഒക്കെ വെറുതെ ഈ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട്, തണുപ്പ് വരുമ്പോൾ ചൂട് കായാനിരിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലൂസിഫർ ഫിലിമിനകത്ത് മോഹൻലാൽ തണുപ്പ് സമയത്ത് ചൂട് കായുന്ന സ്ഥലം ഇത് തന്നെയാണ്. ലൂസിഫറിന് മാത്രമല്ല, തമിഴ് ഫിലിമിനും ഈ ഒരു നെരിപ്പോട് എടുത്തിട്ടുണ്ട് ഒരു ലൊക്കേഷനായിട്ട്. ചൂട് അത് പയ്യന്മാരുടെ ഷൂട്ടും ഉണ്ടായിരുന്നു 2 ദിവസം. ഏതിന്റെ? ആരുടെ?
ഏത് സിനിമയുടെ അത്? അത് തമിഴ് പടത്തിൽ. തമിഴ് പടത്തിന്റെ ശവപ്പെട്ടി. ഇതും ഒരു ശവപ്പെട്ടിയിലാണ്. അത് ശരി. ഈ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ ഇതെല്ലാം? ഓ അത് ശരി. ഒരുപാട് സിനിമ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒത്തിരി സിനിമ പിടിച്ച ഒരു സ്ഥലമാട്ടോ. ഇതും സിനിമയുടെ സെറ്റിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം. 3 കോഴിയുണ്ട്, 2 പൂച്ചയുണ്ട്, 2 പട്ടിയുണ്ട്, 2 മുറിക്കാരുണ്ട്. ഇതെല്ലാം സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുക്കി വെച്ചത്. അത് സിനിമ ഷൂട്ടിങ്ങാരും ചെയ്തത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് കറണ്ട് ഉണ്ട് കേട്ടോ, ബാക്കി എങ്ങും വെട്ടമില്ല. ഇരുട്ടാണ്, പകൽ സമയം മാത്രമുള്ള വെട്ടമുള്ളൂ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങും വെട്ടമില്ല. കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി, ബാംഗ്ലൂരുള്ള പ്രൈവറ്റ് കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും ഏരിയയിലുള്ളൊരു സ്ഥലത്ത് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ചിലവായിരിക്കുമല്ലോ, അതായിരിക്കാം കറണ്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് അമ്മ മഹാറാണിയുടെ കിച്ചൺ, പാചകപ്പുരയും ഡൈനിങ് റൂമും ആട്ടോ. പിന്നെ ഈ താഴെ കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി അവർ തെർമോകോളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടോ. ഈ പടിയൊക്കെ രാത്രിയാകുമ്പോൾ കണ്ണ് കാണുമോ എന്തോ, ഈ താഴേക്കൊക്കെ ഇറങ്ങി വരാനേ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം കേട്ടോ. നല്ലപോലെ മനസ്സിലൊരു ഭയമുണ്ട്. നമ്മൾ ഒരു റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് വരാനായിട്ട് ആരും കൂടിയില്ലെങ്കിൽ നമുക്കൊരു പേടി തോന്നും. ഒറ്റയ്ക്ക് ഇറങ്ങാനൊരു പേടിയുണ്ട് കേട്ടോ. ശരിക്കും ഒരു നെഗറ്റീവ് മൈൻഡ്, ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൈയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ നടക്കുന്നത്. പേടി തന്നെ, പേടി തന്നെ, വീണ്ടും തന്നെ പറയുമ്പോൾ അത് ഫിലിമിന് വേണ്ടി ചെയ്തതാ അല്ലേ? ശരിക്കും ഇരുട്ട് റൂമാട്ടോ, ഇവിടെ വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു വീടാക്കി മാറ്റിയത്. ജയനതി പേടിപ്പിക്കുകയാണോടാ? എന്ത് കച്ചറിയായിട്ടാ കിടക്കുന്ന ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലായതുകൊണ്ട്, വേറെ വല്ല നാട്ടിലും ആയിരുന്നെങ്കിൽ ഇല്ലേ എന്ത് ഭംഗിയായിട്ട് ഇത് സൂക്ഷിച്ചേനെ അല്ലേ? ആണോ? ഈ കാണുന്നതാണ് വാഷ് ബേസിൻ, താഴെ കണ്ടത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു പ്രൗഢിയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യം. പ്രത്യേകിച്ച് എല്ലാം നശിപ്പിച്ച് തന്നെ വെച്ചിരിക്കുക എന്ന് പറയും, മൊത്തത്തിൽ നശിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. അത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഇറ്റാലിയൻ മാർബിൾ തീർത്ത ഒരു വാഷ് ബേസിനാട്ടോ അത്. മന്ത്രവാദം നടത്തി അതിനകത്തുനിന്നാ നോക്കി നമ്മുടെ സുരേഷ് ഗോപി ചുമ്മാ ആ കൊട്ടാരം, തിരുവനന്തപുരം കൊട്ടാരം. ഇവിടെ ഈ വീടിനേക്കാളും അലമ്പാ ഇവന്മാര്. ഇതൊക്കെ എന്തോ വീണ്ടും ഒരു മുറി. ഇതാണ് കേട്ടോ പാചകപ്പുരയാട്ടോ കാണുന്നത്. മൊത്തം ക്ഷയിച്ച് നാറാണക്കല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇത് കാണാനും പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് ഭിത്തിയൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് സാധനങ്ങൾ ദ്രവിച്ച് താഴെ വീണ് കിടക്കുന്നതാ കണ്ടോ, ഒന്നുമില്ല, എല്ലാം ദ്രവിച്ച് താഴെ പോയി. ഇനി കുറച്ച് നാളെ കഴിയുമ്പോൾ അമ്മച്ചി കൊട്ടാരം എന്നുള്ള പേര് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനിതാ ഏതോ ഫിലിംകാർ ഉപേക്ഷിച്ചിട്ട് പോയ ശവപ്പെട്ടി വീണ്ടും ഒരെണ്ണം കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഈ കൊട്ടാരത്തിൽ എവിടെ നോക്കിയാലും ശവപ്പെട്ടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നു. നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, തോന്നിയ കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളേ. നമ്മുടെ ഈ അപ്പച്ചന് യാതൊരു പേടിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇരുട്ടത്ത് പോലും അപ്പച്ചൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമല്ലേ, പേടിയോ ഭയമോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. വളരെ ഹാപ്പിയല്ലേ, വർഷങ്ങളായിട്ടുള്ളത് കൊണ്ടായിരിക്കും പേടിയില്ലാതെ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു സാധനം ഇവിടെ കണ്ടുപിടിച്ചു, ആട്ടുകല്ലാട്ടോ. ഇതാണ് ഇവിടുത്തെ വലിയ ആട്ടുകല്ല്. ഞാനിതൊന്ന് എടുക്കാന്നോർത്ത് പോയതാ. അത്രയും വലിയ ആട്ടുകല്ലിന് കനമില്ലാത്ത എന്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ. ഈ പാചകശാലയുടെ പിന്നിൽ കാണുന്ന ഇതാട്ടോ ഭൂഗർഭ പാതകളുടെ തുടക്കം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇതിപ്പോൾ അടഞ്ഞു പോയി. ഈ തുരങ്കം എത്തുന്ന ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറം
പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണെന്നാണ് പറയുന്നത്. അവിടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പ്. അവിടെ ആരൊക്കെയോ വന്നവർ പേരുകളൊക്കെ ഇങ്ങനെ, അത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഈ പേരുകളൊക്കെ എഴുതി വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒത്തിരി പേരുടെ പേരുകളൊക്കെ ഇവിടെ അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊട്ടാരം ഈ പരുവത്തിലായി, ഇനി പേരുകളും കൂടി എഴുതി അങ്ങനെ ആവട്ടെ എന്ന് ഓർത്തുകൊണ്ടായിരിക്കാം ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മച്ചി കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങ് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ട്. നമ്മൾ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഈ കയറി പോകുന്നത്. അങ്ങനെ അധികം ആരെയൊന്നും ഇതിനകത്ത് കയറ്റത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. കുറച്ച് പേരെയൊക്കെ കയറ്റും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പച്ചൻ കഞ്ഞി വെച്ച് കുടിക്കുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, മൊത്തം പുക പിടിച്ച് കിടപ്പുണ്ട് അവിടെ. എന്ത് ഭാഗ്യമല്ലേ കൊട്ടാരത്തിനകത്ത് ആഹാരമൊക്കെ വെച്ച് കഴിക്കാൻ ഒരപ്പച്ചൻ. പണ്ട് എങ്ങനെ കിടന്ന കൊട്ടാരമാണ്, ഇപ്പം ഈ പരുവത്തിലാണ് നമ്മുടെ കൊട്ടാരം കിടക്കുന്നത്. അപ്പം ഞങ്ങൾ പോട്ടെ, ടാറ്റ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. എല്ലാം കണ്ടു, ശാപ്പട്ടിയും കണ്ടു, എല്ലാം കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല കൊട്ടാരം. അപ്പച്ചനാണല്ലോ ഇതിന്റെ കാവൽക്കാരൻ. ഈ അപ്പച്ചൻ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി അവസാനം ചോദിക്കുക ശവപ്പെട്ടി കണ്ടോന്ന്. അല്ലേ തന്നെ ഈ അപ്പച്ചന്റെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ആകെപ്പാടെ പേടിച്ചിരിക്കും, ഒരു പേടിയില്ലാന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും കൊണ്ട് വരുന്നത്. എന്തായാലും വളരെ ധൈര്യമുള്ള അപ്പച്ചൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണേ. പേടിയില്ലാത്ത അപ്പച്ച ടാറ്റ. ഇത് കണ്ട് കൊട്ടാരത്തിൻ്റെ ഒരു ചിഹ്നമൊക്കെ ആയിട്ട് അതിൻ്റെ മേൽക്കൂര അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതിനെ ചുറ്റോട് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നി. ഒന്നുമില്ല, പൂർണ്ണമായി ശിഥിലമായിട്ടുള്ള ഒരു സ്ഥലം. ഇത് സത്യം പറഞ്ഞാൽ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം പണിത് വെച്ചതാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥയാണ്. മൊത്തം കാടാ, ചുറ്റോട് ചുറ്റും കാടും കുറേ ചീവീടിൻ്റെ ബഹളവും പിന്നെ വല്ലപ്പോഴും കയറി വരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാഴ്ചക്കാരും. ഇനി ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. മരത്തിൻ്റെ മുകളിലൊക്കെ കുറേ ആളുകളൊക്കെ കയറി ഇരിപ്പുണ്ട്. അപ്പം നമുക്കും ഒന്ന് തോന്നി ഒന്ന് മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നാലോ എന്ന്. പക്ഷേ ഇരുട്ടാകും തോറും ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ. ആളുകളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, കുറേയേറെ പേര് പോയി. അതുകൊണ്ട് നമുക്കും ഒരു ഭയമുണ്ട്. കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ട്, ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ധൈര്യക്കുറവാണ്. ഇവർക്കാർക്കും പേടിയൊന്നുമില്ല, എനിക്ക് കുറച്ച് പേടിയുണ്ട്. എന്നാലും എനിക്ക് കൂടുതൽ പേടി തോന്നി, അങ്ങനെ ഉള്ളൂ. എന്നാലും ഈ മരത്തിന് മുകളിലൊക്കെ ഒന്ന് കയറട്ടെ. എത്ര വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കും അല്ലേ ഇത്. കാടാട്ടോ മൊത്തം. ഇവിടെ ഒരു പുലി, വെള്ളപ്പുലി. ഈ മരത്തിൽ എല്ലാവരും കയറിയിരിക്കുന്നോട്ടെ, പിള്ളേരും വരുന്നവരെല്ലാവരും ഈ മരത്തെ കയറും. ഇതേ അടുത്ത ആൾ അപ്പുറത്ത് കയറുന്നുണ്ട്. അടുത്തൊരു പുലി അവിടെ കയറുന്നു. ആരോട് മരത്തിൽ ഇറക്കി വിടുവരെ. അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇരുട്ടി തുടങ്ങി. അധിക സമയം ഇനി ഇവിടെ നിൽക്കുന്നില്ല. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു ഒച്ചയും ബഹളവും കേട്ട് തോന്നുവാണ്. അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരമൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു ലൊക്കേഷനിലേക്ക് പോയേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.